ഹലോ, നിങ്ങൾ അറിഞ്ഞോ? നമുക്കൊക്കെ കൊട്ടേഷൻ പോയിരിക്കുകയാണ്. 3 പേരാണ് എനിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. മഞ്ജു ആന്റണി എന്ന് പറയുന്ന ഒരാളുണ്ട്. അവർക്കെതിരെ ഒന്ന് റിയാക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരി പറയുന്നു ദാനം കിട്ടിയതും മേടിച്ചിട്ട് മിണ്ടാതിരിക്കണം. അപ്പൊ അത്രയും ദേഷ്യം എന്നോടുണ്ട്. ഞാൻ പിന്നെ എന്താ എനിക്ക് ഫേക്ക് ഐ ഡി ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കമന്റ് ഇട്ടേക്കുന്നത്, റിയാക്ട് ചെയ്യും. അപ്പൊ അതിന്റെ അടിയിൽ വേറെയും 2-3 പേര് വന്ന് പറയുന്നുണ്ട്, ശരിയാണ് ഞങ്ങളും പറയാനിരിക്കുമായിരുന്നു, അവർക്കെതിരെ ഒന്ന് റിയാക്ട് ചെയ്യുമോ ചോദിച്ചിട്ട്. എനിക്കെതിരെ, മഞ്ജു ആന്റണിക്കെതിരെ റിയാക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കമന്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് കമന്റ് ഓൾറെഡി ഈ കൊട്ടേഷൻ കൊടുത്ത ആൾക്കാര് എനിക്കും കമന്റ്സ് ഇടാറുണ്ട്. പക്ഷെ ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. ചില കമന്റ്സിന്, എന്റെ കണ്ണിൽ പെടുന്ന കമന്റ്സിന് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. കാരണം നമ്മൾ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ 500, 800, 1000 ആ ഒരു രീതിയിൽ നമുക്ക് കമന്റ്സ് വരാറുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ കമന്റ്സിനും നമുക്ക് റിപ്ലൈ കൊടുക്കുന്ന കാര്യം പറ്റത്തില്ല. നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അടുത്ത നിമിഷം വരുന്ന കമന്റ്സിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പൊ ബാക്കിയൊക്കെ നമ്മൾ കാണാറ് പോലും ഇല്ല. പിന്നെ നമ്മളെ മെൻഷൻ ചെയ്ത് ചില കമന്റ്സ് വരുമ്പോഴത്തേക്ക് നമ്മളത് ആ സമയം നമ്മൾ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ നമ്മളതെടുത്ത് നോക്കും. അപ്പൊ ഇന്ന് എന്നെ മെൻഷൻ ചെയ്തിട്ടാണ് ആരുടെയോ വീഡിയോക്ക് പോയിട്ട് കമന്റ്സ് ഇട്ടേക്കുന്നത്. എനിക്കെതിരെ റിയാക്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് കമന്റ് ഇട്ടേക്കുന്നത് എന്നെ മെൻഷൻ ചെയ്തിട്ട്. അതുകൊണ്ടാണ് ആ ഒരു കമന്റ്സ് ഞാൻ കാണാനായിട്ട് ഇടയായത്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചു വിടേണ്ട കേസേ ഉള്ളൂ. പക്ഷേ ഇതിൽ എനിക്കൊന്ന് റിയാക്ട് ചെയ്യണം എന്ന് തോന്നി. കാരണം ഇതിനകത്ത് പറഞ്ഞേക്കുന്ന എനിക്ക് ഫേക്ക് ഐ ഡി ഉണ്ടെന്ന്. എനിക്ക് യാതൊരുവിധ ഫേക്ക് ഐ ഡി ഇല്ല. എനിക്ക് ഈ ഒരൊറ്റ ഐഡിയേ ഉള്ളൂ, മഞ്ജു ആന്റണി എന്ന് പറഞ്ഞ ഈ ഒരു ഐ ഡി മാത്രമേ ഉള്ളൂ. ഈ ഐ ഡി ഞാനൊരു 10 വർഷത്തോളമായി, അതിൽ കൂടുതലായും തോന്നുന്നു, ഒരു 10 വർഷത്തോളമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒറ്റ ഒരു ഐ ഡിയാണ് മഞ്ജു ആന്റണി എന്നാണ് അതിന്റെ പേര്. എൻ്റെ പേര് മഞ്ജു എന്നാണ്. മഞ്ജു ആന്റണി എൻ്റെ പപ്പയാണ് കേട്ടോ. ഫേക്ക് ഐ ഡി എനിക്കില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അതിനടിയിൽ വന്ന് വേറെ ആൾക്കാരൊക്കെ കമന്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും അതെന്റെ ഫേക്ക് ഐ ഡി ആണെന്ന്. കാരണം ഒരു ഫേക്ക് ഐ ഡിയുടെ ആവശ്യം എനിക്കില്ല. അപ്പൊ ആ കമന്റ്സിനകത്ത് പറയുന്നുണ്ട് 27K ഫോളോവേഴ്സ് കേൾക്കുന്നത് കൊണ്ടായിരിക്കാം ഞാൻ ഫേക്ക് ഐ ഡിയിൽ നിന്നും വരുന്നതെന്ന്. ഒരു പ്രശ്നമില്ല. ഈ 27K ഫോളോവേഴ്സ് എനിക്ക് വന്നത് ഞാൻ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വീഡിയോ ഇട്ടിട്ടാണ്. അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ നമ്മളെ ഫോളോ ചെയ്ത് വരുന്നത്. അപ്പൊ ഈ 27K ആൾക്കാരും കേട്ടാലും എനിക്ക് യാതൊരു വിഷയമില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. ഒരു ഫേക്ക് ഐ ഡി കൂടി കയറി റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. പറയുന്നു എന്താ ദാനം കിട്ടിയത് വാങ്ങിച്ചിട്ട് മിണ്ടാതിരുന്നോണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ ഒരു വീട് തരുന്നതിനെ കുറിച്ച്, ആ വീട് തന്നവർക്കെതിരെ ഈ രേണുസുതി വീട് ചോരുന്നു എന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി. അത് ഒരു പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം ഒരു വീട് നമുക്കിപ്പോ 1000-ഓ 2000-ഓ രൂപ കൊണ്ട് നമുക്കൊരു വീട് ഉണ്ടാക്കാൻ എന്തായാലും പറ്റത്തില്ല. രേണുസുതിക്ക് ഇപ്പൊ കിട്ടിയ വീട് ഏകദേശം ഒരു 20 ലക്ഷം രൂപ എങ്കിലും വേണ്ടി വരും അതുപോലൊരു വീട് ഉണ്ടാക്കാനായിട്ട്. വീടിന് മാത്രം. പിന്നെ സ്ഥലം വേറെ ആൾ കൊടുത്തതാണ്. അപ്പൊ ഇത്രയൊക്കെ ചുമ്മാതെ നമുക്ക് കിട്ടിയിട്ട് അത് കൊടുത്തവരെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് അപമാനിച്ചതിനെ കുറിച്ചിട്ടാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെ ഒരു വീട് ചോരുന്നു എന്ന് പറയുമ്പോൾ നാളെ പൈസ കൊടുത്ത് വീട് വെക്കാനായിട്ട് ഇരിക്കുന്ന ആൾക്കാർ അവർക്കൊരു പ്രോജക്റ്റ് കൊടുക്കുമോ? കൊടുക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് തെറ്റായി പോയി എന്ന് ഞാൻ പറഞ്ഞത്. അല്ലാതെ ദാനം കിട്ടിയത് മേടിച്ചുകൊണ്ട് മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങളാരും ദാനം മേടിക്കാൻ പോയിട്ടുമില്ല. അതുകൊണ്ട് ആ വക കാര്യങ്ങളെ കുറിച്ചിട്ട് ഇങ്ങോട്ട് സംസാരിക്കേണ്ട. പിന്നെ എനിക്ക് പറയാനുള്ള എന്റെ അഭിപ്രായം ഞാൻ എവിടെയും തുറന്നു പറയും. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. തന്തയ്ക്ക് വിളിക്കുന്നുണ്ട്, തള്ളയ്ക്ക് വിളിക്കുന്നുണ്ട്, അങ്ങനെ പല രീതിയിൽ നിങ്ങൾ കമന്റ്സ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഈ രേണുസുതിയുടെ വീട്ടിൽ കയറി, കുടുംബത്തിൽ കയറി മാന്തി പൊളിച്ചെടുത്തിട്ടല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. രേണുസുതി എന്ന് പറയുന്ന ഒരാള് സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു ചാനലിൽ വരുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ അവരുടെ വീട്ടിൽ കയറി, അവരുടെ അടുക്കളയിൽ കയറി, അവരുടെ അടുക്കളയിൽ നടക്കുന്ന കാര്യങ്ങൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ടൊന്നും അല്ല ഞങ്ങളാരും വീഡിയോ ചെയ്യുന്നത്. ഇവര് വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റോ ശരിയോ ഞങ്ങൾ റിയാക്ട് ചെയ്യും. കാരണം ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ ഞങ്ങൾ റിയാക്ട് ചെയ്യും. ഇത്രയും ഞാൻ വിശദീകരിച്ചിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പേടിച്ചിട്ടാന്ന് വിചാരിക്കല്ലേ. എനിക്ക് ഒട്ടും ലേശം പേടിയില്ലാത്ത ഒരാളാ. അതുകൊണ്ടായിരിക്കും ഓപ്പൺ ആയിട്ട് ഇതുപോലെ നമ്മൾ വീഡിയോ ഇടുന്നത്. അതിനകത്ത് ഒരാൾ പറയുന്ന 4 ചുവരുകൾക്കുള്ളിൽ വന്നിരുന്ന് എന്തൊക്കെയും വിളിച്ചു പറയുന്നതെന്ന്. അല്ല, നമ്മൾ 4 ചുവരുകൾക്കുള്ളിലല്ല, നമ്മൾ ഈ വീഡിയോ പോകുന്നത് പബ്ലിക്കിന്റെ മുന്നിലേക്കാണ്, ഒരുപാട് ആളുകളിലേക്കാണ്. അതിൽ നമ്മൾ അറിയുന്നവരും ഉണ്ടാകും, അറിയാത്തവരും ഉണ്ടാകും. ഏകദേശം എന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഒരുപാട് പേര് എന്നെ അറിയുന്നവരുണ്ട്. അപ്പൊ അവരൊക്കെ കാണുന്നതാണ് നമ്മളിടുന്ന വീഡിയോസ്. പിന്നെ മൈക്കും വെച്ച് ഏതെങ്കിലും ഒരു ചന്തയിൽ വന്നിരുന്ന് വിളിച്ചു പറയേണ്ട കാര്യമല്ലല്ലോ. നമ്മൾ ഈ ഒരു ഫോണിൽ ഈ ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് പറഞ്ഞാൽ മതി. ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും അത് കേൾക്കുന്നതും കാണുന്നതും. എന്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം, അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ജൂലൈയിലാണ് ഞാൻ ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആയത്. ഒരു 3-3.5 വർഷം കൊണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ ഞാൻ ഫേസ്ബുക്കിൽ ആക്റ്റീവായിട്ട് ഞാൻ ജൂലൈയിലാണ് ഞാൻ ആക്റ്റീവായി തുടങ്ങിയത്. ഞാൻ ഈ ഫേസ്ബുക്കിൽ വീഡിയോ ഇടാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് 3.5K ഫോളോവേഴ്സേ ഉള്ളൂ. അപ്പൊ ജൂലൈ മാസത്തിൽ എനിക്ക് 3.5K ഫോളോവേഴ്സേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ എനിക്ക് 27K ഫോളോവേഴ്സ് ഉണ്ട്. 27,000
1000 പേരാണ് എനിക്ക് ഫോളോവേഴ്സ് ആയിട്ട് വന്നത്. അത് ഈ ജൂലൈ മാസം കൊണ്ട്, ഈ ജൂലൈ ഓഗസ്റ്റ് കൊണ്ടിട്ടാണ് എനിക്ക് ഈ 27K ഫോളോവേഴ്സ് എനിക്ക് വന്നിട്ടുള്ളത്. 27K ഫോളോവേഴ്സ് ഫേക്ക് ഐ ഡി അല്ലല്ലോ. 27K ഫോളോവേഴ്സ് ഞാൻ പറയുന്ന റിയാക്ഷൻ വീഡിയോ ആണേലും അല്ലാതെ എന്റെ ബ്ലോഗുകളാണേലും ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കുമല്ലോ എന്നെ ഫോളോ ചെയ്ത് വെക്കുന്നത്. ഞാൻ പറയുന്നതിൽ ഇത്തിരിയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ശരിയുള്ളത് കൊണ്ടാണ് ഇവരെന്നെ ഫോളോ ചെയ്യുന്നതും ഈ ലൈക്ക് ചെയ്യുന്നതും. പിന്നെ ഏതൊരു കാര്യത്തിന് അകവും പുറവും ഉണ്ട്. കുറച്ചു പേര് സപ്പോർട്ട് ചെയ്യും, കുറച്ചു പേര് വിമർശിക്കും. ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ ഇതുപോലെ ഒരാളെ വന്ന് വിമർശിച്ച് ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിന് കമന്റ്സ് ആയിട്ട് നിങ്ങളും ഇടുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്കെതിരെ കൊട്ടേഷൻ കൊടുത്ത സ്ഥിതിക്ക് ഞാനിനി ഇവിടെ നിൽക്കണോ അതോ പോണോ? അപ്പൊ തൽക്കാലം ഇത്രയേ ഉള്ളൂ. ബാക്കി റിയാക്ഷൻ വീഡിയോ വന്നിട്ട് നോക്കാം. കേട്ടാ.